നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ മകം നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മകവും പോലും ഉത്തരത്തിക്കാലം ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാർക്ക് ചാരവശാൽ 12 വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദൈവാധീനക്കുറവുണ്ട്. അതുപോലെ തന്നെ ലഗ്നത്തിൽ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ കേതു ലഗ്നത്തിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. പാപയ ലഗ്നകഥയെ പരാജയ ശിരോരുക്കുന്ന, അപ്പോൾ പരാജയ ഭീതി പോലെയുള്ള കാര്യങ്ങൾ, തലവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ്. കർമാധിപതി രക്ഷാസ്ഥാനത്തുണ്ട് മീനൻ രാശി, കന്നിരാശിയിൽ കന്യായാം പരദേശ എന്ന് പറയുന്ന യോഗം ചെയ്ത്. അതുകൊണ്ട് വിദേശത്ത് പോകാനോ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കാനോ യോഗമുണ്ട്. മാത്രമല്ല ധനകാരകനായിരിക്കുന്ന വ്യാഴം 12 നിൽക്കുന്നത് കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുമ്പോഴാണ് സാമ്പത്തികമായ നേട്ടങ്ങളും പൈസ മിച്ചം വരാൻ കിട്ടാനുള്ള യോഗ സാധ്യതയൊക്കെ ഉള്ളത്. സൂര്യൻ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ ചന്ദ്രൻ ലഗ്നാധിപതി സൂര്യനാണ്. അപ്പോൾ ലഗ്നാധിപതിനെ 12 നിൽക്കുന്ന കാരണം കൊണ്ട് ഒരു മാറ്റത്തിന് യോഗമുള്ള സമയമാണ് എന്ന് ചുരുക്കം. ഒന്നെങ്കിൽ വീട് വിട്ട് ഓൾറെഡി നിങ്ങൾ നിൽക്കുകയോ, അല്ലെങ്കിൽ ഈ സമയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു മാറ്റം, ഒരു സ്ഥാനചലനം ഉണ്ടാകാനോ യോഗമുണ്ട്. നിവർത്തി സ്ഥാനത്ത് പക്ഷേ രാഹുവാണ്. അത് എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സമാണ്. നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിലേക്ക് മറയുകയും ചെയ്തു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എന്ത് കാര്യത്തിനിറങ്ങിയാലും ആദ്യം തടസ്സമാണ് മുന്നിൽ നിൽക്കുക. അതുപോലെ തന്നെ നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. കാരണം 7ാം ഭാവാധിപതി നഷ്ടസ്ഥാനത്തേക്ക് പോയി. അപ്പോൾ മാനസികമായിട്ട് അകൽന്ന് നിൽക്കുന്ന ദമ്പതികൾക്ക് ആ അകൽച്ച ഒന്നുകൂടി വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. എല്ലാവർക്കും എന്ന് പറഞ്ഞുകൂടാ. നല്ല ദശാസംബന്ധമായിട്ടൊക്കെ നല്ല സമയമാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പക്ഷെ ദശാസംബന്ധമായിട്ട് കൂടി ദോഷമാണെങ്കിൽ ദാമ്പത്യ സുഖക്കുറവ് നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും, ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾക്ക് മുടക്കം വരാനുള്ള സാധ്യതയും, നടുവേദന പോലെയുള്ള പ്രശ്നങ്ങളും, 7ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും 7ാം ഭാവാധിപതിയായിരിക്കുന്ന ശനിയുടെ അനിഷ്ടഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ 7ാം ഭാവാധിപതി ശനി അഷ്ടമത്തിലാണ്. അപ്പോൾ അഷ്ടമത്തിൽ ആയുർകാരകനായിരിക്കുന്ന ശനി നിൽക്കുന്ന സമയത്ത് ഒരു അസുഖം വന്ന് അത് മാറിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തെ അടുത്തൊരു അസുഖം വരിക, എന്തെങ്കിലും മാനസികമായിട്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടാകുക, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് റെഡിയായി കഴിയുമ്പോഴത്തേ അടുത്ത ടെൻഷൻ ഉണ്ടാകുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മാനസികമായിട്ട് സ്വസ്ഥത നശിക്കാനുള്ള സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം. 12ലാണ് ബുധൻ നിൽക്കുന്നത്, ഗണപതി ഹോമം ചെയ്യണം. 7ൽ നിൽക്കുന്ന രാഹുവാണ്, നാഗദോഷ പരിഹാരം ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല പ്രാർത്ഥനയും വിശ്വാസവും ഉണ്ടാകണം. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഉണ്ടായാൽ വഴിപാട് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ അതാത് ദേവനെ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് മകൻ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.